ഇന്നലെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ WWE ചാമ്പ്യൻ കോഡി റോഡ്സിന് സോളോ സിക്കാവ അറ്റാക്ക് ചെയ്തതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ ഒരു റൂമർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെഗ്മെന്റ് കണ്ട സമയത്ത് ഒരുവിധം ഫാൻസിനൊന്നും ഈ സെഗ്മെന്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നും ഈ വീഡിയോയിൽ പറയാം. അതുപോലെ വന്നിട്ടുള്ള റൂമർ എന്താണെന്നും അതിനോടൊപ്പം ഫൈനൽ ബോസ് റോക്ക് ഇടപെട്ടുകൊണ്ട് റോക്കിന്റെ ഫാമിലിയെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ചില വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നും ഈ വീഡിയോയിൽ പറയാം. അതുപോലെ WWE ഇപ്പോൾ നിറയെ റെസ്ലേഴ്സിനെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട റെസ്ലേഴ്സും ഉണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് റിലീസ് ചെയ്ത റെസ്ലേഴ്സിനെ പറ്റി നോക്കാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് WWE റിലീസ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന രണ്ട് ടീമിനെ പറ്റിയാണ്. ഇതിൽ ഫസ്റ്റ് ടീം AOP ടീമാണ്. അതായത് കെരിൻ ക്രോസിന്റെ കൂടെ ചേർന്ന് ഫൈനൽ ടെസ്റ്റ്മെന്റ് ടീമെല്ലാം ക്രിയേറ്റ് ചെയ്ത് വൈറ്റ് സിക്സിനെതിരെ മാച്ചെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം ഇപ്പോൾ AOP ടീമിനെയും അതുപോലെ തന്നെ അവരുടെ മാനേജറായ പോൾ എല്ലറിങ്കിനെയും WWE റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെയെല്ലാം മുൻപ് റിലീസ് ചെയ്തിട്ട് തിരിച്ചു വിളിച്ച് വീണ്ടും റിലീസ് ചെയ്ത് വിട്ടേക്കാണ് WWE. അതുപോലെ മറ്റൊരു ടീം നമ്മൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട OC ടീമാണ്. അതായത് കോൾ ആൻഡർസൺ ആൻഡ് ലൂക്ക് ഗാലോസ്. ഇവരെയും WWE മുൻപ് റിലീസ് ചെയ്തിട്ട് വീണ്ടും തിരികെ വിളിച്ചുകൊണ്ട് WWE കൊണ്ടുവന്നതായിരുന്നു. പിന്നീട് ഇതിലൊരാൾക്ക് ഇഞ്ചുറി എല്ലാം സംഭവിച്ച് പിന്നെ അവരെ കൊണ്ടുപോയി NXTയിലൊക്കെയാണ് മെയിനായിട്ടും കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ കോൾ ആൻഡർസൺ, ലൂക്ക് ഗാലോസ് ഇവരെ രണ്ടുപേരെയും WWE റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെഡ്രിക് അലക്സാണ്ടറിനെയും WWE റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെഡ്രിക് അലക്സാണ്ടറിനെ റിലീസ് ചെയ്ത സമയത്ത് അത് നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. അതായത് സെഡ്രിക് അലക്സാണ്ടറിന് ഇനി AEWയിൽ പോയിട്ട് ബോബി ലാഷ്ലിയുടെ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഇവിടെ വെച്ച് പ്രത്യേകിച്ച് പ്ലാനൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നല്ല കാര്യമായിരുന്നു. അതുപോലെ സോണിയ ഡിവലിനെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. സോണിയ ഡിവൽ, ഷെയ്ന ബേസ്ലർ, സോയി സ്റ്റാർക്ക് ഇവരെയെല്ലാം വെച്ചുകൊണ്ട് ഒരു ടീമൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോഴാണ് മുന്നോട്ട് പോകുന്നത്. ആ സമയത്താണ് സോണിയനെ റിലീസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ NXTയിൽ നിന്നും സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് വന്ന ബ്ലയർ ഡേവൻപോർട്ട് എന്ന റെസ്ലറെയും WWE റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് മാച്ചൊന്നും സ്മാക്ഡൗണിൽ അങ്ങനെ കിട്ടി എന്ന് പറയാൻ സാധിക്കില്ല. നിറയെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിലാണ് ഇവരെ ഉൾപ്പെടുത്തിയത്. കറക്റ്റായിട്ടുള്ള മാച്ചോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല. ഇപ്പോൾ അവരെയും റിലീസ് ചെയ്തേക്കാണ്. അതുപോലെ തന്നെ ഇംപീരിയം ടീമിലുണ്ടായിരുന്ന ജിയോവാനി വിഞ്ചി എന്ന റെസ്ലറെയും WWE റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസ്ലറെ കൊണ്ടുവന്ന് സ്മാക്ഡൗണിൽ ഏത് ടൈപ്പ് കോമഡിയാണ് കാണിച്ചത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആ റെസ്ലറെയും WWE റിലീസ് ചെയ്തേക്കാണ്. ഇതിലും ഭേദം ഇവരെ 3 പേരെയും ഗന്ധറിന്റെ കൂടെ തന്നെ നിർത്തുന്നതായിരുന്നു നല്ലത്. സിംഗിളായി പുഷ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് എത്തിച്ചിട്ടുള്ളത്. അതുപോലെ അൺഹോളി യൂണിയൻ എന്ന ടീമിൽ നിന്നും ഐല ഡോണിനെയും WWE റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെയാണ് മെയിനായിട്ടും എടുത്തു പറയാനായിട്ടുള്ളത്. ഇവരെയെല്ലാം WWE റിലീസ് ചെയ്ത് വിട്ടേക്കാണ്. അപ്പോൾ ഇവരൊക്കെ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലയർ ഡേവൻപോർട്ട് TNAയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഗാലോസ് ആൻഡ് ആൻഡർസൺ ഇവരും TNAയിലേക്ക് പോയേക്കാം. അതുപോലെ AOP ടീമിനെയും ചിലപ്പോൾ TNA അല്ലെങ്കിൽ AEW ഇവിടെ കണ്ടേക്കാം. ഇതിൽ സെഡ്രിക് അലക്സാണ്ടർ ഉറപ്പായിട്ടും AEWയിലാണ് പോകാൻ ചാൻസ് ഉള്ളത്. അതുപോലെ സോണിയയും AEWയിലേക്ക് പോയേക്കാം. കാരണം അവരുടെ നിറയെ ഫ്രണ്ട്സും അതായത് WWE റെസ്ലേഴ്സും അവിടെയുണ്ട്. ഇനി ഫൈനൽ ബോസ് റോക്കിനെ പറ്റി പറയാം. അതായത് റോക്ക് തന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്താണ് ഇപ്പോൾ WWE മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ടൈപ്പിലാണ് വിമർശനങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ട സമയത്ത് അങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഞാനും വീഡിയോയിൽ പറയുന്നത്. അതിൽ പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ ജെയുസോ റോയൽ റംബിൾ ജയിച്ച് റസൽമേനിയയിലേക്ക് മാച്ചിന് പോകുന്നതും അതുപോലെ തന്നെ 1-2 ദിവസം മുൻപ് ജിമ്മി ഉസോക്ക് US ചാമ്പ്യൻഷിപ്പിന്റെ പ്ലാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് റൂമർ എല്ലാം ഉണ്ടായിരുന്നു. അതായത് ജിമ്മി ഉസോ US ചാമ്പ്യനും ജെയ് ഉസോ വേൾഡ് ചാമ്പ്യനും റസൽമേനിയയിൽ ആകുന്നത് പോലെ. അപ്പോൾ ഇതുപോലെയെല്ലാം വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ വന്നിട്ടുള്ളത്. അതായത് ഫാമിലിയെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നു ഇവര് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ റോക്കാണ് WWE പോലത്തെ മെയിൻ ഹെഡ്. അതുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ റസൽമേനിയയിൽ ജിമ്മി ഉസോക്ക് US ചാമ്പ്യൻഷിപ്പാണ് നാക്കമോറയുടെ കൂടെ കിട്ടും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാക്കമോറയെ ഇപ്പോൾ സ്മാക്ഡൗണിലൊന്നും കാണിക്കാത്തത്. അതായത് ജിമ്മി ഉസോയെ ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും നാക്കമോറയ്ക്ക് ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് റോക്ക് ഇടപെട്ടുകൊണ്ട് ഇവർക്ക് 2 പേർക്കും ചാമ്പ്യൻഷിപ്പ് റസൽമേനിയയിൽ കൊടുക്കാൻ പ്ലാൻ ഉണ്ട് എന്ന്. അതുപോലെ തന്നെ റോയൽ റംബിൾ മാച്ചിലും ഇത്തരത്തിൽ ഒരു വിമർശനങ്ങളെല്ലാം വന്നിരുന്നു. അതായത് ഇവരുടെ ഫാമിലിയെ മാത്രം മെയിനായിട്ട് എടുത്തു കാണിക്കുന്നത് പോലെയെല്ലാം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്.
അപ്പോൾ എല്ലാം വെച്ചാണ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു വിമർശനം വന്നിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത് WWE ചാമ്പ്യൻ കോഡി റോഡ്സിനെ ഇന്നലെ നടന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ സോളോ സിക്കാവ വന്ന് അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ ഈ സെഗ്മെന്റ് കണ്ടതിന് ശേഷം ശരിക്കും WWE ഫാൻസിനൊന്നും ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നല്ല രീതിയിൽ വിമർശനം ഈ സെഗ്മെന്റിന് വന്നിരുന്നു. അതായത് സോളോ സിക്കാവ കോഡി റോഡ്സ് ഇവരുടെ മാച്ച് നമ്മൾ 2-3 പ്രാവശ്യം കണ്ടിട്ടുള്ള മാച്ചാണ്. ആ മാച്ചിലൊക്കെ കോഡി റോഡ്സ് ആണ് ജയിച്ചത്. പിന്നെന്തിനാണ് വീണ്ടും ചാമ്പ്യൻഷിപ്പിന്റെ അവസരം അല്ലെങ്കിൽ ഇങ്ങനെ സെഗ്മെന്റ് കാണിച്ചത് എന്നൊക്കെയാണ് ഫാൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഇവര് കാണിച്ചു വെച്ച സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോൾ എലിമിനേഷൻ ചേംബറിൽ കോഡി റോഡ്സ് സോളോ സിക്കാവ ഇവർക്ക് മാച്ച് വരാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ വീണ്ടും ഇവരുടെ മാച്ച് സെഗ്മെന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ബോറായിരിക്കും. കാരണം ഒരുപാട് പ്രാവശ്യം കണ്ട മാച്ച് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് ഫാൻസ് ഇനി സോളോ വന്ന സമയത്ത് ഇത് ഇഷ്ടപ്പെടാതിരുന്നത്. അപ്പോൾ ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് സെറ്റ് ചെയ്യാതെ വേറെ എന്തെങ്കിലും പ്ലാൻ ആണെങ്കിൽ കുഴപ്പമില്ല. അതായത് സോളോ സിക്കാവ ഒരു ടീമായിക്കൊണ്ട് ജേക്കബ് ഫാൾട്ടിന്റെ കൂടെയെല്ലാം മുന്നോട്ട് പോകാനാണ് ഇത് ചെയ്തത് എങ്കിൽ പ്രശ്നമില്ല. ചാമ്പ്യൻഷിപ്പായിട്ട് കൺഫേം ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് പ്രശ്നമാവൂ. ഇത് ഒട്ടും സെറ്റ് ആവാനും ചാൻസ് ഇല്ല. എന്നാൽ ഈ സെഗ്മെന്റ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള റൂമർ എന്താണെന്ന് വെച്ചാൽ സോളോ സിക്കാവയെ വിട്ടത് മറ്റൊരു റെസ്ലർ ആണ് എന്ന്. അപ്പോൾ ആ റെസ്ലർ മറ്റാരുമല്ല, നമ്മുടെ ഫൈനൽ ബോസ് റോക്ക് ആണ്. റൂമറിൽ അങ്ങനെയാണ് പറയുന്നത്. ഫൈനൽ ബോസ് റോക്ക് വിട്ടതിന് ശേഷം സോളോ സിക്കാവ കോഡിനെ വന്ന് അറ്റാക്ക് ചെയ്തു എന്ന്. ഇനി പകുതിക്ക് വെച്ച് റോക്ക് വന്നുകൊണ്ട് ഈ ഒരു ടീമിന്റെ ലീഡറായി മാറി കോഡി റോഡ്സിനെതിരെ തിരിയും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ റൂമർ നടക്കുമോ എന്ന് ചോദിച്ചാൽ ഒട്ടും ചാൻസ് ഇല്ല. റോക്ക് എന്തായാലും റെസ്ലൽമേനിയ ടൈമിലൊന്നും WWE വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ റൂമർ നടക്കാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ ഈ റൂമറിൽ പറയുന്നത് പോലെയാണ് പ്ലാൻ എങ്കിൽ കുഴപ്പമില്ല. അതല്ല സോളോ ഫോഴ്സസ് കോഡി മാച്ച് ആണെങ്കിൽ ഈ മാച്ച് ഒട്ടും സെറ്റ് ആവില്ല. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.